നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണുള്ളത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ സ്വർണ്ണക്കപ്പ് ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 31-ാം തീയതി രാവിലെ 8 മണിക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പിൻ്റെ യാത്ര തുടങ്ങിയത്. വലിയ ആവേശത്തോടു കൂടി തുടങ്ങിയ യാത്ര 13 ജില്ലകൾ പിന്നിട്ട് ഇന്ന് 13 ജില്ലകൾ പിന്നിട്ട ശേഷം തിരുവനന്തപുരത്തേക്ക് പ്രവേശിച്ചു. തിരുവനന്തപുരത്ത് വലിയ സ്വീകരണമാണ്. ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. വലിയ ആവേശമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ കലാരൂപങ്ങൾ, അതോടൊപ്പം തന്നെ മുത്തുക്കുടകളേന്തിയ വിദ്യാർത്ഥികൾ, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആവേശം നിറഞ്ഞ സ്വീകരണമാണ്. പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് സ്വർണ്ണക്കപ്പ് ഇവിടെ സ്വീകരിക്കുന്നത്. ഈ സ്വർണ്ണക്കപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വർണ്ണക്കപ്പിനൊരു വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. അത് പലർക്കും അറിയാവുന്നതാണെങ്കിലും ഈ തിരുവനന്തപുരത്തെ ഒരു കലോത്സവത്തിൻ്റെ ഒരു ആവേശത്തിൽ നിൽക്കുമ്പോൾ അതിനൊരു ചരിത്രം കൂടി നമുക്ക് പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു. 1987 മുതലാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കപ്പ് നൽകാൻ തുടങ്ങിയത്. 85-ലാണ് ഇതിൻ്റെ ഈ സ്വർണ്ണക്കപ്പിൻ്റെ ഒരു ചർച്ച നടക്കുന്നത്. അന്ന് കവി വൈലോപ്പിള്ളി ഈ എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധികർത്താവായിരുന്നു. അതേ സമയത്ത് തന്നെ അവിടെ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് വിജയികൾക്ക് സ്വർണ്ണക്കപ്പാണ് നൽകിയിരുന്നത്. ഇത് കണ്ട വൈലോപ്പിള്ളിയുടെ മനസ്സിലുടിച്ച ഒരു ആശയമാണ് ഈ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് ഒരു സ്വർണ്ണക്കപ്പ് നൽകിക്കൂടെ എന്നുള്ള ഒരു ആശയം. അന്ന് ഈ സ്വർണ്ണക്കപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച മുന്നോട്ട് വെച്ചു. പിന്നീട് സർക്കാർ അത് കാര്യമായി പരിഗണിച്ച് തൊട്ടടുത്ത കലോത്സവത്തിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് നൽകാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. തൃശ്ശൂരായിരുന്നു ആ കലോത്സവം നടന്നിരുന്നത്. പക്ഷേ അന്ന് വിവിധ ജ്വല്ലറികളുമായി ബന്ധപ്പെട്ട് ഇതിലേക്കുള്ള സംഭാവനകൾ നൽകുമോ എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിനാവശ്യമായ സ്വർണം ലഭിക്കാത്തതിനെ തുടർന്ന് ആ വർഷം കഴിഞ്ഞില്ല. പക്ഷേ തൊട്ടടുത്ത വർഷം 1987 ഈ സ്വർണ്ണക്കപ്പ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ സ്വർണ്ണക്കപ്പ് തയ്യാറാക്കി അതാണ് പിന്നീട് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വിജയികൾക്ക് നൽകുന്നത്. ആ സ്വർണ്ണക്കപ്പ് ഇങ്ങനെ കൈമാറി വരികയാണ്. അത് 117.5 പവൻ സ്വർണ്ണമുള്ളത് കൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഇവർക്ക് വിജയികൾക്ക് നേരിട്ട് ഇത് കൈമാറില്ല. കൈമാറിയാൽ തന്നെ വലിയ സുരക്ഷയിലാണ് ഇത് സൂക്ഷിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഒരു മാതൃകയാണ് ഇവർക്ക് വിജയാഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കാൻ നൽകുന്നത്. ഒറിജിനൽ സ്വർണ്ണക്കപ്പ് അവരുടെ വിജയികളായ ജില്ലയിലെ ജില്ലാ ട്രഷറിയിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വിജയിയായ കണ്ണൂർ ജില്ലയുടെ ജില്ലാ ട്രഷറിയിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ഈ സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് വലിയ സുരക്ഷയിൽ ഈ 117.5 പവൻ സ്വർണം ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്വർണ്ണക്കപ്പ് കാസർഗോഡ് കാഞ്ഞങ്ങാടേക്ക് എത്തിച്ചു. അവിടെ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പുമായുള്ള ഈ ഘോഷയാത്ര, വലിയ സ്വീകരണ യാത്രാ പ്രയാണം തുടങ്ങിയത്. 13 ജില്ലകൾ പിന്നിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വലിയ ആവേശത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നത്. ഈ സ്വർണ്ണക്കപ്പുമായി ബന്ധപ്പെട്ട സ്വീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തലസ്ഥാനം ഇനി കലസ്ഥാനമാകാൻ പോകുന്നു. കൈരളി ടിവിയുടെ പ്രത്യേക പരിപാടിയുടെ പേര് തന്നെ ആവേശം ഉൾക്കൊണ്ട് തന്നെ കലസ്ഥാനം എന്നാണ്. സകല കലകളുടെയും ആസ്ഥാനമായിക്കൊണ്ട് ഈ നമ്മുടെ തലസ്ഥാനം മാറാൻ പോവുകയാണ്. തിരുവനന്തപുരം മാറാൻ പോവുകയാണ്. അതിൻ്റെ ആവേശ കാഴ്ചകളാണ് എങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ കലാരൂപങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലയിലുള്ള കുട്ടികൾ, അധ്യാപകർ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂജപ്പുരയിൽ വലിയൊരു ആവേശത്തോടു കൂടിയുള്ള സ്വീകരണമാണ് നടന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം സ്വർണ്ണക്കപ്പിന് നൽകി. അവിടെ നിന്ന് വിവിധ സ്കൂളുകളിലൂടെ കടന്നു വന്ന് സ്വർണ്ണക്കപ്പ് അല്പസമയത്തിനകം ഈ PMG ജംഗ്ഷനിലേക്ക് എത്തും. PMG ജംഗ്ഷനിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുള്ള കുട്ടികളുടെ തയ്യാറെടുപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികൾ എല്ലാം തന്നെ ഇവിടെ ആവേശകരമായി ഈ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഈ സ്വർണ്ണക്കപ്പുമായുള്ള പ്രയാണം ഈ PMG ജംഗ്ഷനിലേക്ക് എത്തും. അതിനുശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും.